ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിം സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും വക ഈദ് മുബാറക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലെത്തുമ്പോൾ 2 ദിവസം വൈകിട്ടാവും. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ ഇത്രയും വൈകി പോണത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈദിൻ്റെ തലേ ദിവസത്തെയും ഈദിൻ്റെ അന്നത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഈദിൻ്റെ തലേന്ന് എനിക്കും മോക്കും നോമ്പുണ്ടായിരുന്നു. അങ്ങനെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒന്ന് വാർപ്പിൻ്റെ മേലെയൊക്കെ കയറിയിട്ട് അപ്പോൾ ഫോൺ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചതല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതെല്ലാം. എനിക്കൊരു ഇങ്ങനെ ഒരു ശീലമുണ്ട്. മുമ്പത്തെ വീഡിയോയിലൊക്കെ എൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഒരു അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ അയൽവാസികളായിട്ട് കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കൂട്ടാ. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മളെ തൊട്ട് വീട്ടിൽ നല്ല കാഴ്ചയാണ് വാർപ്പിൻ്റെ മേലെ കയറിയാൽ. അപ്പോൾ അവർ അവിടെ നിന്നിട്ട് ഞാനിവിടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ ഒരു ശീലമുള്ളതാണ്. അങ്ങനെ കുറച്ച് അവിടെ അങ്ങനെ നിന്നതിന് ശേഷം പിന്നെ മോള് വിളിക്കുന്നുണ്ടായിരുന്നു മെച്ചിയെ ബാങ്ക് കൊടുക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ താഴേക്ക് വന്നപ്പോൾ അവൾ നെല്ലിക്ക ജ്യൂസും നെല്ലിക്കൻ്റെ വെള്ളവും ബീട്രൂട്ട് ജ്യൂസും പിന്നെ വെള്ളം സാലഡും അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചക്കയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ട് നോമ്പ് തുറന്നു. പിന്നെ ഞാൻ അങ്ങനെ സുന്നത്ത് നോമ്പിന് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. വീട്ടിലുള്ളത് എന്താ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും, അതാണ് ചെയ്യാറ്. പിന്നെ ബാക്കി മക്കളൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പം എനിക്ക് പിന്നെ ചോറും കറിയൊക്കെ തന്നെ ധാരാളമാണ്. അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം മറ്റൊന്നല്ല, എൻ്റെ മടിയാണ്. പിന്നെ അവർ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ ഉണ്ടാക്കാൻ പറഞ്ഞെങ്കിൽ ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇശാ നിസ്കാരത്തിന് ശേഷം പിന്നെ ഞാൻ മന്തിക്കുള്ള ചിക്കൻ ഒന്ന് മസാല പുരട്ടി വെക്കണം. അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെക്കാനുണ്ട്. മന്തി കണ്ടുപിടിച്ച അന്ന് മുതൽ ഇവിടെ പെരുന്നാളിന് മന്തി തന്നെയാണ് കേട്ടോ. ഈ മന്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാളെ ഒരു അടിപൊളി പായസം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അതുപോലെ ചിക്കൻ മസാല പുരട്ടി വെക്കണതും അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കണമൊക്കെ അതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളി പായസമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാത്ത കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഫ്രൂട്ട്സൊക്കെ നുറുക്കിയിട്ട് ഇതുപോലത്തെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. രാവിലെ പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറണം. ആ തിടുക്കത്തിൽ സാധാരണ പോലെയല്ല, അവർക്ക് പള്ളിക്കൊക്കെ പോകേണ്ട കാരണം പെട്ടെന്ന് തന്നെ എണീറ്റ് മൈലാഞ്ചിയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെ അതിന് മുമ്പേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ. സാധാരണ പോലെ തന്നെ കുടിക്കാനും അതുപോലെ പഴം പുഴുങ്ങാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് ഹോർലിക്സ് ആണ്. ചായ ഇവിടെ ആർക്കും നിർബന്ധമില്ല, പിന്നെ എപ്പോഴെങ്കിലുമൊക്കെയാണ് കേട്ടോ. അതൊക്കെ കുടിച്ച് മോനെ ഈദ്ഗാഹിന് പോയി. അതിനുശേഷം പിന്നെ ഞാൻ കിച്ചണിൽ കയറിയിട്ട് മന്തിക്കുള്ള അരി വെള്ളത്തിലിട്ടു. പിന്നെ സാബുദാന കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം അങ്ങനെ പായസം ഉണ്ടാക്കാൻ നിന്നു. 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പാലൊന്ന് നല്ലോണം തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ആ സമയത്ത് പാതി വേവായിട്ടുള്ള സാബുദാന, അതായത് സാബോനരി 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു മണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിലിട്ട് വെച്ച സാബോനരിയാണ് കേട്ടോ. അങ്ങനെ അത് ചേർത്ത് വീണ്ടും തിള വന്നാൽ 200 ഗ്രാമിൻ്റെ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ളി ഉപ്പും ഒരു നുള്ളി ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് മിസ്സായി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ അടുപ്പിൽ നിന്നും വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുക്കളയിൽ വളരെ വെളിച്ചം കുറവാണ് കേട്ടോ. മഴക്കാർ മൂടി തന്നെ പിന്നെ ഷീറ്റിട്ടുണ്ടെങ്കിൽ ഒക്കെ ആ ഒരു ഉള്ളിലേക്ക് തീരെ വെളിച്ചമില്ല. ഒരു എന്താ പറയുക, ഒരു മൂടി ഇങ്ങനെ നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ചൂട് പോയി സെറ്റായ പാലിലേക്ക് നമ്മൾ ചൂട് കുറഞ്ഞ ഫ്രൂട്ട്സ് കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല പഴുത്ത ഫ്രൂട്ട്സ് ആവണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനൊരു അളവും ഇല്ല കേട്ടോ, നമ്മളെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ 3/4 വേവായ ഫ്രൂട്ട്സ് കൂട്ടാണിത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. പിന്നെ നമ്മുടെ അടുത്തുനിന്ന് മിസ്സായ വീഡിയോ എന്ന് പറഞ്ഞത് ഇതിൻ്റെയും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അളവ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. ഏത് ഫ്രൂട്ടായാലും നല്ലവണ്ണം പഴുത്തിരിക്കണം, അത് നിർബന്ധമാണ്. പിന്നെ ഡ്രൈ നട്ട്സ് നെയ്യിൽ വഴറ്റിയ ശേഷമാണ് ഞാൻ ബാക്കി വന്ന നെയ്യിലാണ് കേട്ടോ ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. പഞ്ചസാര ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഫ്രൂട്ട്സ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ പായസം റെഡിയാവും. പക്ഷേ കുടിക്കാനായിട്ടില്ല. കുറച്ചും കൂടി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 മണിക്കൂറെന്ന് നമ്മുടെ ഫ്രൂട്ട്സ് പായസം സെറ്റ് ആവാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പായസം സെർവ് ചെയ്യാൻ പാകമാവും. നല്ല ടേസ്റ്റുള്ളൊരു സ്പെഷ്യൽ പായസം തന്നെയാണ് കേട്ടോ ഇത്. പായസമൊക്കെ റെഡിയാക്കിയ ശേഷം പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. ഈ മന്തി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഇട്ട മന്തിൻ്റെ വീഡിയോ കുക്കറിലല്ല, അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്
ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. റെസിപ്പിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചോറ് വേവിച്ചെടുത്താൽ പെട്ടെന്ന് നമ്മുടെ മന്തി റെഡിയാവും. പിന്നെ ഒന്നും കൂടെ ടേസ്റ്റ്, നമുക്ക് ഈസിയും ടേസ്റ്റും അല്ല വേണ്ടത്, ഹെൽത്തിയും ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യമൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും യമൻ മന്തി തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ കളറൊന്നും ചേർക്കാറില്ല, അതുകൊണ്ടാണ് വലിയ അട്രാക്ഷനൊന്നും ഇല്ലാത്തത്. നമുക്ക് വീട്ടിൽ കഴിക്കാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചൻ്റെ കോലം ദാ ഈ പരുവത്തിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അടുക്കി പെറുക്കിയൊക്കെ വെച്ചു, പാത്രങ്ങളൊക്കെ കഴുകി തോത്തി വൃത്തിയാക്കി. ആ സമയം കൊണ്ട് നമ്മുടെ പായസം ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് പോലും ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ മറക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു ഉഷാർ കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.